അതെ അതെ, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണം നടത്തുന്നവരാണ്. ആ നികുതിപ്പണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. അത്തരമൊരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബസ്സുകളിൽ ചില നടപടികൾ ആരംഭിച്ചത്. ആ നടപടികൾ ഇപ്പോൾ കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ ഗതാഗത വകുപ്പ് KSRTC വകുപ്പിൻ്റെ മന്ത്രി പറയുന്നത്, ഈ സ്ത്രീകൾ മക്കളെ ഫീസ് കൊടുത്ത് ഹൈസ്കൂളുകളിൽ അയക്കും, എന്നിട്ട് അവർ ഫീസ് കൊടുത്ത് പഠിപ്പിക്കും, സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കും. സ്ത്രീത്വത്തെ അവമാനിക്കലാണത്. ഈ ഒരു കാര്യം മാത്രമല്ല, പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാകട്ടെ അതിനേക്കാളും ആക്ഷേപകരമായിട്ടുള്ളതാണ്. ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണത്. ആശുപത്രി വരാന്തകളിൽ അതെ അതെ, ഞാനത് പ്രത്യേകിച്ച് തന്നെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബസ്സുകളിൽ തള്ളിക്കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ആശുപത്രികളിൽ പോകുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള അപമാനകരമായ വാർത്തകളാണ് ഒരു മന്ത്രിയിൽ നിന്നും വരുന്നത്. ഈ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ളൊരു അവകാശമായിട്ടാണത് കാണുന്നത്. അതിനെ ഇങ്ങനെ നഗ്നമായി പരിഹസിക്കുക, സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു. ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ കണ്ടം ചെയ്യാനുള്ള ബസ്സുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പല ബസ്സുകളും ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് എത്തുന്നില്ല. വഴികളിൽ സ്ത്രീകളെ ഇറക്കി വിടേണ്ടി വരികയാണ്. ഒന്നിനും യാത്ര ചെയ്യാൻ കൊള്ളാത്ത ബസ്സുകളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു അവമാനകരമായ കാര്യമാണിത്. ഇങ്ങനെയുണ്ടോ ഒരു മന്ത്രി? അതുകൊണ്ട് സ്ത്രീകളെ അവമാനിക്കുന്ന, സ്ത്രീ സമൂഹത്തെ അവമാനിക്കുന്ന, എന്തോ ഒരു സൗജന്യത്തിൽ നിൽക്കുന്നവരാണ് സ്ത്രീകളെന്ന് പറഞ്ഞ് അവർ അവമാനിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാടാണ് വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രസ്താവനകൾ നിരുപാധികം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. അബദ്ധം പറ്റിപ്പോയി എന്ന് പറയണം. അതാണ് വകുപ്പ് മന്ത്രി അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അങ്ങ് വ്യവസായ മന്ത്രിയുടെ ആളാണ്. നിക്ഷേപകരെ കാണാൻ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോയതാണ് പറഞ്ഞത്. അങ്ങനെ രഹസ്യമായി പോകാൻ കഴിയുന്നതാണോ? ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിൽ നിക്ഷേപകർ വരുന്നു, അവരെ നോക്കിപ്പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? നിക്ഷേപകർ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരില്ലേ? ഇത് ഹെലികോപ്റ്റർ എടുത്ത് പോയിരിക്കുന്ന അവരെ കാണാനാണ്. എന്ത് ബാലിശമായ വാദഗതികളാണ്. പോയ കാര്യം സത്യസന്ധമായി പറയണ്ടേ? എന്തോ ആയിരിക്കട്ടെ, പോയിട്ടുണ്ട്, ഇന്ന കാര്യത്തിലാണ് പോയത്. അതെന്തിനാണ് മറച്ചു പിടിക്കുന്നത്? അപ്പോൾ കളവ് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് എന്തിനും കളവ് പറയുക എന്നുള്ളതാണോ? ഇതൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമായിട്ടുള്ളതല്ല. ഈ ഒരു വിഷയം മാത്രമാണോ? എത്ര പരിഹാസമായ നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതാ ടാറ്റ വന്നിരിക്കുന്നു 10,000 കോടിയുമായി കപ്പലുണ്ടാക്കാൻ. എവിടെയാ കപ്പൽ? എവിടെയാ കപ്പൽ? ഇന്നലെയൊക്കെ നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനകൾ നോക്കും. പത്രക്കാരോടെ ആക്ഷേപിക്കുക. ഇവിടെ പ്രളയം, നാട് മുഴുവൻ വെള്ളപ്പൊക്കവും, കേരളം മുഴുവൻ കടുത്ത മഴ, ശക്തമായ മഴയുടെ ഫലമായി വെള്ളപ്പൊക്കം, 20-ലധികം ആൾ മരിച്ചില്ലേ? ഇത്തരമൊരു മഹാദുരന്തം നടക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിലൊന്നും തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. മുഖ്യമന്ത്രി ഇത്തരമൊരു സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണോ വേണ്ടത്? മുഖ്യമന്ത്രി അതിനെന്താ ചെയ്തിരിക്കുന്നത്? ആ തെറ്റ് വിമർശനം ഉൾക്കൊള്ളുകയല്ല ചെയ്തത്, പരിഹസിക്കുകയാണ്. LDF ഗവൺമെൻറ് കാലത്ത് ഇവിടെ മഹാപ്രളയമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരം കടന്നു. ഞാനത് അറിഞ്ഞില്ല. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ ആ പ്രസ്താവന? നിലവാരം കളയരുത്.
അനുഭവമുണ്ടാകില്ല, അതുപോലെ തന്നെ പരിചയക്കുറവുണ്ടാകും. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് കാര്യവ്യക്തതയില്ലാത്തതിൻ്റെ ഫലമായിട്ട് അവ്യക്തത കൊണ്ട് വല്ലാത്ത എടുത്തിയാക്ഷവും ക്ഷുഭിതവുമൊക്കെ ഉണ്ടായേക്കാം. നല്ല സഹനശക്തിയോടുകൂടി പ്രശ്നങ്ങളെ ശരിയായ നിലയിൽ നിരീക്ഷിച്ച് ജനസംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. ഇതാണോ ഒരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്? ഏറ്റവും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അദ്ദേഹം സ്വമേധയാ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ബഹുമാന്യമായ സ്ഥാനമാണുള്ളത്. അത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി കളഞ്ഞു കുളിക്കരുത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യവും അതാണ്. അതില്ലേ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇതിന് പിന്നീട് ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയിരുന്നു. അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയത്, പ്രളയം നടക്കുമ്പോൾ സ്വർണ്ണക്കട, എത്ര ലളിതമായിട്ടാണ് അതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കാം. മുഖ്യമന്ത്രിക്കും വലിയ തെറ്റ് സംഭവിക്കാം. ആരുമായി ആലോചിക്കാത്തതിൻ്റെ ഫലമായിട്ട് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെനിക്ക് പറ്റി, ഞാനത് മനസ്സിലാക്കുന്നു. അത് പറയുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്ന പത്രക്കാരെ ആക്ഷേപിക്കലാണോ പത്രധർമ്മം? ഇതാണോ ശരിയായിട്ടൊരു പത്രധർമ്മം ഒരു മുഖ്യമന്ത്രി പാലിക്കേണ്ടത്? അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സഹനശക്തിയോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് ഈ പ്രളയം പോലുള്ള കാലഘട്ടങ്ങളിൽ, മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഈ മഹാപ്രളയവും വെള്ളപ്പൊക്കവും കെടുതികളെയും അതിജീവിച്ചത്? എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടാണ്. അത്തരമൊരു നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചോ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആറളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആറളം ഭാഗത്തുണ്ടായി, അതുപോലെ തന്നെ പത്തനംതിട്ടയിലുണ്ടായി, ആറന്മുളയുണ്ടായി, കോട്ടയത്തുണ്ടായി. ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ കഴിഞ്ഞ ആലപ്പുഴ ജില്ലയിലൊക്കെ ചെറുപ്പക്കാർ, എല്ലാ സംഘടനകളിലും പെട്ടവർ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടല്ലേ ഗവൺമെൻറ് മുന്നോട്ട് പോയത്? അതിന് ഉദ്യോഗസ്ഥന്മാർ അവരതിനു വേണ്ടി ചുമതലപ്പെടുത്തിയില്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തിൽ ആർക്കെങ്കിലും പ്രത്യേക ചുമതലയുണ്ടോ? ഇതെല്ലാമുള്ള കഴിവുകേട് പ്രകടിപ്പിച്ചിട്ട് വെറുതെ വേണ്ടാതെ പത്രക്കാരെ മേലെ ഒന്ന് ചാടിക്കയറുന്നത് ഒരു പക്വതയുള്ള മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് സ്വമേധയാ കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് എനിക്ക് വിനയപുരസരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്.